ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ദിവസത്തെ എന്റെ ശരാശരി സ്ക്രീൻ ടൈം എത്ര മണിക്കൂറായിരിക്കും? ഫോണില്ലാതെ ഒരു ദിവസം കഴിച്ചുകൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ശാസ്ത്ര സാങ്കേതിക വിദ്യയോട് അത്രമേൽ ഒഴുകിച്ചേർന്നിരിക്കുന്നു നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങൾ. ലൗദാത്തോ സിയുടെ 3-ാമത്തെ അധ്യായത്തിൽ ആണവോർജം, ജൈവ സാങ്കേതിക വിദ്യ, ജനിതക ശാസ്ത്രം, വിവര സാങ്കേതിക വിദ്യ എന്നിവയൊക്കെ മനുഷ്യന് നൽകുന്ന ബൃഹത്തായ ഒരു ശക്തിയുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ ശക്തി വിവേകപൂർവ്വം ഉപയോഗിക്കാനോ നിയന്ത്രിക്കാനോ ഇന്നത്തെ മനുഷ്യന് പരിശീലനം ലഭിച്ചിട്ടില്ല എന്നതാണ് അടിസ്ഥാന പ്രശ്നം. ഉപഭോഗ സംസ്കാരത്തിന്റെ സ്വഭാവമുള്ള ഒരുതരം അതിവികസനം നമുക്കുണ്ടെന്ന് പാപ്പ പറയുന്നു. പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ അവയുടെ താളത്തിനനുസരിച്ച് ആദരവോടെ സ്വീകരിക്കുന്നതിന് പകരം ആവശ്യമനുസരിച്ച് കൈവയ്ക്കുന്നവരും അപഹരിക്കുന്നവരുമായി നാം മാറിയിരിക്കുന്നു. ഇതുകൂടാതെ സമൂഹത്തിലെ ശക്തമായ ചില വിഭാഗങ്ങളുടെ താല്പര്യങ്ങളും ആശയങ്ങളും ആജ്ഞാസ്വരത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് പല സാമൂഹിക ചട്ടക്കൂടുകൾ നിർമ്മിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. സമ്പത്തിന്റെ മെച്ചപ്പെട്ട വിതരണമോ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കയോ വരും തലമുറയുടെ അവകാശങ്ങളോ കണക്കിലെടുക്കാതെ പരമാവധി ലാഭമുണ്ടാക്കാൻ മാത്രമാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളും ക്രമേണ ഇത്തരം സാങ്കേതിക വിദ്യ പരുവപ്പെടുത്തുന്ന അവസ്ഥകളോടുള്ള കീഴടങ്ങലായി മാറുന്നു. എല്ലാറ്റിനെയും കുറിച്ചുള്ള ഒരു വ്യത്യസ്ത വീക്ഷണം, നയങ്ങൾ, വിദ്യാഭ്യാസ പരിപാടി, ജീവിതശൈലി, ആത്മീയത എന്നിവ ചേർത്ത് ധീരമായ ഒരു സാംസ്കാരിക വിപ്ലവത്തിൽ നാം മുന്നോട്ട് നീങ്ങേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. ശിലായുഗത്തിലേക്കുള്ള ഒരു മടക്കം ആരും നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ സോഷ്യൽ സ്റ്റാറ്റസിനെയും മഹത്വത്തെയും കുറിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകൾ നഷ്ടമാക്കി കളഞ്ഞ നന്മയുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും വീണ്ടെടുക്കാനായി നമുക്കൊന്ന് വേഗത കുറയ്ക്കുകയും വ്യത്യസ്ത രീതിയിൽ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുകയും ചെയ്യാം. നമുക്ക് ചിന്തിക്കാം, ഞാൻ ടെക്നോളജിയെ ഉപയോഗിക്കുകയാണോ അതോ ടെക്നോളജി എന്നെ ഉപയോഗിക്കുകയാണോ? നല്ല മാറ്റങ്ങൾ സ്വീകരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.